CAUPS മമ്പാട് വാർഷിക റിപ്പോർട്ട്. ഒരു ഗ്രാമത്തിനു മുഴുവൻ അക്ഷര വെളിച്ചം പകർന്ന് ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കുതിക്കുന്ന CAUPS മമ്പാട് എന്ന ഈ വിദ്യാലയം 74 വയസ്സ് പിന്നിടുമ്പോൾ വൈവിധ്യങ്ങളായ പ്രവർത്തനം കൊണ്ടും കലാകായിക ശാസ്ത്രമേളകളിലെയും നേട്ടം കൊണ്ടും ആലത്തൂർ സബ് ജില്ലയിലെ തന്നെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാവാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെ 2025-26 അധ്യയന വർഷത്തിലെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങൾ സമക്ഷം അവതരിപ്പിക്കുന്നു. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ആസൂത്രിതമായ രീതിയിൽ ക്ലാസ് റൂം പ്രവർത്തനം നടപ്പിലാക്കി വരുന്നതോടൊപ്പം കുട്ടികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ, ചിന്താശേഷി, ആശയവിനിമയ നൈപുണ്യം എന്നിവ വളർത്തുന്നതിനായുള്ള ക്ലാസ് റൂം പ്രവർത്തനങ്ങളാണ് ഈ വിദ്യാലയം അനുവർത്തിച്ചു വരുന്നത്. പ്രീ പ്രൈമറി വിഭാഗത്തിൽ മോണ്ടിസറി വിദ്യാഭ്യാസ രീതിയെ അടിസ്ഥാനമാക്കിയാണ് പഠനം നടക്കുന്നത്. കളിയിലൂടെ പഠനം എന്ന ആശയം മുൻനിർത്തി കുട്ടികളുടെ പ്രായത്തിനും കഴിവിനും അനുയോജ്യമായ പഠന സാമഗ്രികൾ ഉപയോഗിച്ചാണ് ക്ലാസുകൾ നടത്തി വരുന്നത്. കുട്ടികളുടെ പഠനം ആസ്വാദ്യകരമാക്കുന്നതിനായി പാട്ടുകളിലൂടെയും കളികളിലൂടെയും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലൂടെയും അവരുടെ സമഗ്രമായ ചിന്തയും ആശയവിനിമയ കഴിവും വളർത്തുവാനുള്ള ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ KG ക്ലാസ് റൂം മുതൽക്കേ നടത്തിവരുന്നു. പ്രവർത്തനാധിഷ്ഠിത പഠനത്തിനാണ് കൂടുതലായും നമ്മുടെ വിദ്യാലയം ഊന്നൽ നൽകുന്നത്. ദിനാചരണങ്ങൾ, ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, ആചരിക്കേണ്ടതും ആദരിക്കേണ്ടതുമായ ഒട്ടനവധി ദിനങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. അവയെക്കുറിച്ചെല്ലാം കുട്ടികളിൽ ഒരു അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ദിനാചരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് ദിനാചരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ ശ്രദ്ധ പുലർത്താറുണ്ട്. കിഴക്കഞ്ചേരി പഞ്ചായത്ത് തല പ്രവേശനോത്സവത്തോടെ ജൂൺ 2-ന് 2025-26 അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. PTA പ്രസിഡന്റ് അധ്യക്ഷനായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കവിതാ മാധവൻ വാർഷിക കലണ്ടർ പ്രകാശനം ചെയ്തുകൊണ്ട് ഈ വർഷത്തെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജൂൺ 5-ന് ലോക പരിസ്ഥിതി ദിനത്തിൽ ജൈവ പച്ചക്കറി തോട്ടത്തിൽ വിത്ത് പാകിക്കൊണ്ട് ഹരിത ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ വിദ്യാർത്ഥികൾ തുണിസഞ്ചി നിർമ്മിച്ചു കൊണ്ടുവരികയും അതിന്റെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ V രാധാകൃഷ്ണൻ അവർ നിർവഹിക്കുകയും ചെയ്തു. ജൂൺ 19-ന് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ശ്രീ ഓമനക്കുട്ടൻ മാസ്റ്റർ വായനാദിന സന്ദേശം നൽകിയതോടെ സ്കൂൾ വായനാ മാസാചരണത്തിന് തുടക്കമായി. സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തൽ, സാഹിത്യ കിസ്, 1 day 1 question തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങളോടൊപ്പം 7ാം തരത്തിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ തസ്രാക്കിലേക്കുള്ള യാത്ര വളരെ ഗുണപരമായിരുന്നു. കൂടാതെ വായനശാല സംഘടിപ്പിക്കുന്ന വായനോത്സവത്തിൽ ഹരിനന്ദൻ ജില്ലയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ സ്കൂൾ നല്ലപാഠം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ യോഗ പരിശീലനത്തിൽ കുനിശ്ശേരി ആയുർവേദ ചികിത്സാലയത്തിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ അമൃത, കുണ്ടുകാട് വൈദ്യരത്നം ആയുർവേദ ചികിത്സാലയത്തിലെ ഡോക്ടർ ധന്യചന്ദ്രൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും റാലിയും കൂടാതെ ലഘു വ്യായാമം കുട്ടികളിലേക്ക് എന്ന ലക്ഷ്യത്തോടെ സുംബ പരിശീലനവും നടത്തി. വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന കുട്ടികൾക്കായുള്ള ക്വിസ് മത്സരത്തിൽ 7ാം ക്ലാസ്സിലെ മുഹമ്മദ് ഫാസിൽ 1ാം സ്ഥാനവും ഷാന 2ാം സ്ഥാനവും കരസ്ഥമാക്കി. പേവിഷബാധയ്ക്കെതിരെ ബോധവൽക്കരണവും സ്പെഷ്യൽ അസംബ്ലിയും നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശ്യാം, രേഖ, ശ്രീലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് സി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മൂലങ്കോട് PHCയിലെ ഡോക്ടർ ഷൈൻ മഴക്കാല രോഗങ്ങളെയും മുൻകരുതലുകളെക്കുറിച്ചും ക്ലാസ് നടത്തി. സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇലക്ഷന്റെ നടത്തിപ്പുകൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് സ്കൂൾ പാർലമെന്റ് നടന്നു. ജൂലൈ 5-ന് ചെറുകുന്നം പുരോഗമന വായനശാല സെക്രട്ടറി ശ്രീ CA കൃഷ്ണൻ ബഷീർ അനുസ്മരണം നടത്തി സംസാരിച്ചു. സ്കൂൾ നല്ലപാഠം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യുത സുരക്ഷയും ഊർജ്ജ സംരക്ഷണവും എന്ന വിഷയത്തിൽ കിഴക്കഞ്ചേരി KSEB എഞ്ചിനീയർ ശ്രീ ബിജോയ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തത് വളരെ ഗുണകരമായിരുന്നു. ചാന്ദ്രദിനത്തിൽ ശാസ്ത്ര പ്രചാരകൻ ശ്രീ സന്ദീപിന്റെ നേതൃത്വത്തിൽ ചാന്ദ്രദിന പാർലമെന്റ് സംഘടിപ്പിച്ചു. കൂടാതെ റോക്കറ്റ് നിർമ്മാണ പ്രവർത്തനം, പതിപ്പുകളുടെ പ്രദർശനം, സിനിമാ പ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനവും കഥാരചന ശില്പശാലയും ഗാനരചയിതാവും എഴുത്തുകാരനുമായ ശ്രീ മുരളി S. കുമാർ നിർവഹിച്ചു.
കർക്കടക മാസത്തിൽ സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ ദശപുഷ്പങ്ങളുടെ പ്രദർശനവും കർക്കടക കഞ്ഞി വിതരണവും നടന്നു. സ്വാതന്ത്ര്യ ദിനത്തിൽ കുട്ടികൾ ജയ് ഹിന്ദിന്റെ രൂപത്തിൽ അണിനിരന്ന സ്കൂൾ അസംബ്ലി അവതരിപ്പിച്ചു. ദേശഭക്തി ഗാനാലാപനം, മമ്പാട് ജംഗ്ഷനിൽ നടന്ന സ്വാതന്ത്ര്യദിന നൃത്തശില്പം, ഇംഗ്ലീഷ് സ്കിറ്റ് അവതരണം എന്നിവ ശ്രദ്ധേയമായി. സെപ്റ്റംബർ 21 സ്കൂളിൽ കായിക ദിനാഘോഷം നടത്തി. പൂർവ്വ വിദ്യാർത്ഥിയും വോളിബോൾ താരവും BSF ഉദ്യോഗസ്ഥയുമായ പ്രിജി മുഖ്യാതിഥിയായി. ഓണം, ക്രിസ്തുമസ് എന്നീ ആഘോഷങ്ങളെല്ലാം വളരെ വിപുലമായി തന്നെ നടത്താറുണ്ട്. കുട്ടികളുടെ കലാപരിപാടികളോടൊപ്പം അവർക്ക് ഓണസദ്യ, ക്രിസ്തുമസ് സ്പെഷ്യൽ ബിരിയാണി എന്നിവ നൽകി. സ്കൂളിലെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയിൽ ഉച്ചഭക്ഷണ പദ്ധതി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോഷക സമ്പുഷ്ടവും രുചികരവുമായ ആഹാരം ഉറപ്പുവരുത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഊണിന്റെ രുചിയും ഗുണമേന്മയും പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്ന നൂൺ മീൽ കമ്മിറ്റിയാണ് നമ്മുടെ വിദ്യാലയത്തിലെ ഉച്ചഭക്ഷണ വിഭാഗത്തിന്റെ കരുത്ത്. ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യ ക്ലബ് ഈ വിദ്യാലയത്തിൽ നല്ല രീതിയിൽ നടന്നുവരുന്നു. സ്റ്റുഡന്റ് പോലീസ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കഴിഞ്ഞു. കൊതുക് നശീകരണത്തിനായുള്ള ഡ്രൈ ഡേ, ജലം ശുചീകരിക്കൽ, ആരോഗ്യ ദിനാചരണങ്ങൾ, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവ ഹെൽത്ത് ക്ലബിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യവും സർഗാത്മക ചിന്തകളും പരിപോഷിപ്പിക്കുക എന്ന ഉദാത്തമായ ലക്ഷ്യത്തോടെയാണ് ഇംഗ്ലീഷ് ക്ലബ് പ്രവർത്തിച്ചു വരുന്നത്. ക്ലബിന്റെ ഈ വർഷത്തെ ശ്രദ്ധേയമായ പ്രവർത്തനം എല്ലാ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ആവേശപൂർവ്വം സംഘടിപ്പിച്ച ഇംഗ്ലീഷ് ഫെസ്റ്റ് ആയിരുന്നു. സ്കൂളിന്റെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിൽ ഈ വർഷം ഇംഗ്ലീഷ് ക്ലബ് മാതൃകാപരമായ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. കുട്ടികളുടെ മാനസികവും ഭൗതികവുമായ വളർച്ചയ്ക്കായി പ്രത്യേകം ക്ലാസുകൾ നൽകി വരുന്നു. കുട്ടികളുടെ ഏകാഗ്രതയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കുന്നതിനായി അബാക്കസ്, ചെസ് ക്ലാസുകളും അവരുടെ സർഗാത്മകതയും മാനസിക ഉല്ലാസവും ലക്ഷ്യമിട്ട് സംഗീത ക്ലാസുകളും ഡ്രോയിങ് ക്ലാസുകളും നടത്തിവരുന്നു. പഠനത്തോടൊപ്പം ഇത്തരം പാഠ്യേതര വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിയത് കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിന് ഏറെ സഹായകരമായിട്ടുണ്ട്. മൂലങ്കോട് ശ്രീ കുറുമ്പ മണ്ഡപത്തിൽ ഒരുക്കിയ മാതൃഭൂമി പുസ്തകോത്സവത്തിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും ഇഷ്ടപുസ്തകങ്ങൾ വാങ്ങുവാനും ഇടയായി. സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സ്പോൺസർ ചെയ്ത മൂലങ്കോട് ശ്രീ കുറുമ്പ ട്രസ്റ്റിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒക്ടോബർ 24 കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടിയിലെ കുട്ടികൾക്കായി വർഷം തോറും നടത്തിവരാറുള്ള കിങ്ങിണിക്കൂട്ടം 2025 ഈ വിദ്യാലയത്തിൽ വെച്ച് നടന്നു. ഏകദേശം 170ഓളം കുട്ടികൾ പങ്കെടുത്ത ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കവിതാ മാധവൻ ഉദ്ഘാടനം ചെയ്തു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാന വിതരണം നടത്തി. കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച അങ്കണവാടികൾക്ക് സ്കൂളിന്റെ പ്രത്യേകം സമ്മാനം നൽകുകയുണ്ടായി. കഴിഞ്ഞ വർഷത്തെ 1ാം ക്ലാസ്സുകാർ തയ്യാറാക്കിയ സംയുക്ത ഡയറി എല്ലാ അംഗൻവാടികളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞത് സന്തോഷം തരുന്ന ഒന്നായിരുന്നു. നവംബർ 4 കലയുടെ ലോകത്തേക്ക് ആദ്യ ചുവടുവെപ്പ് എന്ന രീതിയിൽ KG കുട്ടികൾക്കായുള്ള ടാലന്റ് ഡേ ശ്രീ സഹദേവൻ മല്ലുകോട് ഉദ്ഘാടനം ചെയ്തു. ട്രാഫിക് സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഗ്രേഡ് ASI ശ്രീ സന്ദീപ് സാർ ട്രാഫിക് സുരക്ഷാ ബോധവൽക്കരണം നടത്തി. LSS പരീക്ഷയിൽ മികച്ച വിജയം കൈവരിക്കുന്നതിനായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ഒരു ശില്പശാല സംഘടിപ്പിക്കുകയുണ്ടായി. കോലഞ്ചേരി ടീച്ചേഴ്സ് ക്ലബ്ബ് അക്കാദമിക് കോർഡിനേറ്ററും സംസ്ഥാന അവാർഡ് അധ്യാപക ജേതാവുമായ ശ്രീ KM നൌഫൽ ക്ലാസ് നയിച്ചു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വളരെ പ്രയോജനപ്രദമായിരുന്നു അദ്ദേഹത്തിന്റെ അവതരണം. കല, ശാസ്ത്രം, കായികം ഓരോ വർഷവും സ്കൂൾ തല കലോത്സവവും ശാസ്ത്രമേളയും നടത്തി വരാറുണ്ട്. ഇതുവഴി ഒരുപാട് കുട്ടികൾക്ക് അവരുടെ മികവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരം നൽകുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പരിശീലനം നൽകി സബ് ജില്ലയിലേക്ക് അവരെ മികച്ച രീതിയിലുള്ള പ്രകടനത്തിനായി പ്രാപ്തരാക്കുന്നു. ഈ വർഷത്തെ സ്കൂൾ കലോത്സവം സെപ്റ്റംബർ 12 പൂർവ്വ വിദ്യാർത്ഥിനിയും മണപ്പാടം സ്കൂൾ അധ്യാപികയുമായ H. ഹഫ്സ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ശാസ്ത്രോത്സവം PTA വൈസ് പ്രസിഡന്റ് ശ്രീ സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഗണിതം ഓൺ ദ സ്പോട്ട് മത്സരങ്ങളും ശാസ്ത്ര പരീക്ഷണങ്ങൾ, വർക്കിംഗ് മോഡലിന്റെ പ്രദർശനവും വർക്ക് എക്സ്പീരിയൻസ് ഓൺ ദ സ്പോട്ട് മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കാനായി. സബ് ജില്ലാ കലോത്സവങ്ങളുടെയും ശാസ്ത്രോത്സവങ്ങളുടെയും മാതൃകയിലാണ് മത്സരങ്ങൾ ഓരോന്നും നടന്നത്. മമ്പാട് സ്കൂളിൽ വോളിബോൾ എന്നാൽ പ്രസാദ് മാസ്റ്റർ എന്നാണ്. വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിശീലനം, അതാണ് ഈ വിദ്യാലയത്തിന്റെ പ്രത്യേകത.
കുട്ടികളെ മാനസികമായും ശാരീരികമായും അച്ചടക്കപരമായും പക്വതപ്പെടുത്തുക എന്നതിനേക്കാൾ ഉപരി അവരിൽ ഒരു കായിക ഇനത്തോടെങ്കിലും താല്പര്യം ജനിപ്പിക്കുക എന്ന ഉദ്ദേശം കൂടി ഇതിനു പിന്നിലുണ്ട്. മെയ് 1 തന്നെ വെക്കേഷൻ ക്യാമ്പ് ആരംഭിക്കുകയും അതിൽ 70ഓളം കുട്ടികൾ പങ്കാളികളാവുകയും ചെയ്തു. ഈ വർഷം സ്കൂൾ ഗെയിംസ് സബ് ജില്ലാ വോളിബോൾ മത്സരങ്ങൾക്ക് മമ്പാട് സ്കൂൾ വേദിയായി. സബ് ജില്ലാ ഗേൾസ് വിഭാഗത്തിൽ 1ാം സ്ഥാനം നമ്മുടെ വിദ്യാലയം കരസ്ഥമാക്കി എന്നത് അഭിമാനത്തോടെ പറയുന്നു. ബോയ്സ് ടീമിന് 2ാം സ്ഥാനം നേടുവാനായി. സംസ്ഥാന തലത്തിൽ സ്കൂൾ ഗെയിംസിൽ പങ്കെടുത്ത പാലക്കാട് ടീമിലെ 6 പേരും മമ്പാട് സ്കൂളിന്റെ സംഭാവനയായിരുന്നു. അതിൽ പങ്കെടുത്ത് 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ടീമിലെ ശ്രീത, അഫ്സാന എന്നിവർ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ച ജില്ലാ മിനി വോളിബോൾ റണ്ണറപ്പ്, ജില്ലാ തലത്തിൽ സബ് ജൂനിയർ വിഭാഗം വോളിബോൾ 1ാം സ്ഥാനം, സ്കൂൾ ഗെയിംസ് കബഡി ആദ്യ മത്സരത്തിൽ തന്നെ 3ാം സ്ഥാനം എന്നീ നേട്ടങ്ങളെല്ലാം അഭിമാനത്തോടെ എടുത്തു പറയേണ്ടതാണ്. KSTA സംസ്ഥാന വോളിബോൾ മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ പാലക്കാട് ജില്ലാ ടീമിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് ശ്രീ പ്രസാദ് മാസ്റ്റർ, ശ്രീ തരുൺ, ശ്രീ വിനോജ് എന്നിവർ പങ്കെടുത്തു. അവർക്ക് സ്കൂളിന്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുന്നു. കുട്ടികളുടെ പത്രവാർത്ത പ്രോത്സാഹിപ്പിക്കുന്നതിനായി 10 മലയാള ദിനപത്രം സ്കൂളിലേക്ക് സ്പോൺസർ ചെയ്ത വടക്കഞ്ചേരി ജെയിൻസ് വെൽഫെയർ ഫൗണ്ടേഷനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആലത്തൂർ ഏരിയ കമ്മിറ്റിയുടെയും ജയൻസ് വെൽഫെയർ ഫൗണ്ടേഷൻ വടക്കഞ്ചേരിയുടെയും നല്ല പാഠം യൂണിറ്റിന്റെയും ഒപ്പം ചേർന്ന് നടത്തിയ ആയുർവേദ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഏകദേശം 150 പേരോളം പങ്കെടുത്തു. 8ഓളം ഡോക്ടർമാരുടെ സേവനം ലഭ്യമായി. സൗജന്യ മരുന്ന് വിതരണവും നടന്നു. അവരോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. മാതൃഭൂമി സീഡ് പ്രവർത്തനങ്ങളിലൂടെ പ്രകൃതിക്കൊപ്പം നടന്ന 15 വർഷങ്ങളുടെ നിറവിലാണ് മാതൃഭൂമി സീഡ് പ്രവർത്തനങ്ങൾ. കിഴക്കഞ്ചേരിയിലെ മലയോര മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിത്തുണ്ട നിർമ്മാണ ശില്പശാല സംഘടിപ്പിക്കുകയും 1000ഓളം വിത്തുണ്ടകൾ വനം വകുപ്പിന് കൈമാറുകയും ചെയ്തു. ഹിരോഷിമ ദിനത്തിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി. ഓരോ ക്ലാസ്സിലെയും അർഹരായ വിദ്യാർത്ഥികൾക്ക് ഓണക്കിറ്റുകൾ നൽകി. ഓരോ മാസത്തിലും പ്ലാസ്റ്റിക് കവിതാ മത്സരം, വേൾഡ് ഫോട്ടോഗ്രഫി മത്സരം, ഈർക്കിൽ ചിത്ര പ്രദർശന മത്സരം എന്നീ 5 സ്റ്റാർ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ചെറുധാന്യങ്ങൾ ജീവിതശൈലി രോഗങ്ങളുടെ രക്ഷയ്ക്ക് എന്ന വിഷയത്തിൽ പ്രൊജക്ട് സംഘടിപ്പിച്ചതിന്റെ ഭാഗമായി കിഴക്കഞ്ചേരി കൃഷി ഓഫീസർ ഡോക്ടർ വന്ദന ജി പൈ നയിച്ച ക്ലാസ് ഏറെ വിജ്ഞാനപ്രദമായിരുന്നു. ആരോഗ്യ പരിപാലനത്തിന് ഔഷധ സസ്യങ്ങൾ എന്ന വിഷയത്തിൽ ന്യൂറോപ്പതി കൺസൾട്ടന്റ് ആർ സുദർശൻ ക്ലാസ് നയിച്ചു. എല്ലാ സ്കൂളിലും ഒരു ഡോക്ടർ എന്ന പ്രവർത്തനം ജൂലൈ 1 സ്കൂളിൽ സംഘടിപ്പിച്ചു. മാതൃഭൂമി സീഡ് തനിച്ചെല്ലാ പദ്ധതിയുടെ ഭാഗമായി ആലത്തൂർ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ശ്രീ ആർ രാജഗോപാൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഒരു മികച്ച വിദ്യാലയത്തിന് മികച്ച PTA അനിവാര്യമാണ്. കുട്ടികളുടെ മാനസികവും വൈകാരികവുമായ വളർച്ചയ്ക്ക് പിന്തുണ നൽകാൻ അധ്യാപകരും രക്ഷകർത്താക്കളും ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള മികച്ച PTA ഈ വിദ്യാലയത്തിന്റെ അഭിമാനമാണ്. PTA പ്രസിഡന്റ് ശ്രീ അഷറഫിന്റെ നേതൃത്വത്തിൽ 47 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്കൂളിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഒപ്പം നിൽക്കുന്നു. ഈ വർഷത്തെ ജനറൽ ബോഡി യോഗം 3/7/25 കുണ്ടുകാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. പ്രസിഡന്റായി ശ്രീ അഷറഫിനെയും വൈസ് പ്രസിഡന്റായി ശ്രീ ഷിബിനാസിനെയും ശ്രീ P സതീശനെയും, MPTA പ്രസിഡന്റായി ശ്രീമതി രതിക മണികണ്ഠനെയും വൈസ് പ്രസിഡന്റായി ഷമിതയെയും തെരഞ്ഞെടുത്തു. മാസം തോറും കൂടി വരുന്ന എക്സിക്യൂട്ടീവ് മീറ്റിംഗിനു പുറമെ കോർണർ PTA-കൾ കൂടുകയും അതാത് പ്രദേശത്ത് ഓരോ കൂട്ടായ്മ കൊണ്ടുവരുവാനും ശ്രദ്ധിക്കാറുണ്ട്. ഓരോ മൂല്യനിർണയത്തിന് ശേഷവും രക്ഷിതാക്കളെ സ്കൂളിൽ വിളിച്ചു ചേർക്കുകയും പഠന പുരോഗതി ബോധ്യപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ രക്ഷിതാക്കളോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നതോടൊപ്പം തുടർന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. പൊതുവിദ്യാഭ്യാസം എന്നത് അറിവിന്റെ ചുവടുവെപ്പിനൊപ്പം കഴിവുകളെ കണ്ടെത്തിയും വളർത്തിയും സമ്പൂർണമാക്കുന്ന യാത്രയാണ്. ആ യാത്രയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കല, കായികം, ശാസ്ത്രം തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളാണ് ഇന്ന് ഈ വേദിയിൽ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നത്. ഇന്ന് ആർജിച്ച ഓരോ വിജയത്തിനും പിന്നിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കഠിനാധ്വാനവും അർപ്പണബോധവും രക്ഷകർത്താക്കളുടെ പിന്തുണയും നിഴലായി നിലകൊള്ളുന്നു.
അതിനാൽ തന്നെ ഈ നേട്ടങ്ങൾ വ്യക്തിഗത വിജയങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലവും കൂടിയാണ്. കിഴക്കഞ്ചേരി GHSSൽ നടന്ന ആലത്തൂർ സബ് ജില്ലാ കലോത്സവത്തിൽ 8ാം വർഷവും ഉറുദു കലോത്സവത്തിൽ നമ്മുടെ വിദ്യാലയം ചാമ്പ്യന്മാരായി. ഈ നേട്ടം ഒരു ജയം മാത്രമല്ല, കുട്ടികളുടെ സമർപ്പണം, നിരന്തര പരിശ്രമം, രക്ഷിതാക്കളുടെ ഉറച്ച പിന്തുണ എന്നിവയുടെ അതുല്യ ഫലവും കൂടിയാണ്. ഇതുകൂടാതെ ആലത്തൂർ സബ് ജില്ലയിലെ മികച്ച സ്കൂളുകളോട് മത്സരിച്ച് നമ്മൾ നേടിയത് തിളക്കമാർന്ന വിജയം. LP ജനറൽ അഗ്രിഗേറ്റ് ഫസ്റ്റ്, LP അറബിക് അഗ്രിഗേറ്റ് സെക്കൻഡ്, UP സംസ്കൃതം അഗ്രിഗേറ്റ് തേർഡ്, UP ജനറൽ അഗ്രിഗേറ്റ് തേർഡ് എന്നീ സ്ഥാനങ്ങൾ നേടാനായത് അഭിമാന പുരസ്സരം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ജില്ലാ കലോത്സവത്തിൽ സംസ്കൃത സമസ്യാപൂർണത്തിൽ 1ാം സ്ഥാനം ലഭിച്ച K ആതിരയ്ക്കും ഉറുദു ഉപന്യാസത്തിൽ A ഗ്രേഡ് വാങ്ങിയ ഹരിനന്ദനും അഭിനന്ദനങ്ങൾ. CVM HSSൽ വെച്ച് നടന്ന ഉപജില്ലാ ശാസ്ത്രമേളയിലും നമുക്ക് മിന്നും വിജയം. IT മേളയിൽ തുടർച്ചയായ 5ാം തവണയും ആലത്തൂർ ഉപജില്ലയിൽ 1ാം സ്ഥാനം നേടാനായി എന്നത് അഭിമാനത്തോടെ എടുത്തു പറയട്ടെ. ഉപജില്ലയിലെ 90 സ്കൂളുകളിൽ മികച്ച 15 വിദ്യാലയങ്ങളിൽ ഒന്നായി CAUPS മമ്പാട് തിരഞ്ഞെടുക്കപ്പെട്ടു. LP സയൻസ് 1ാം സ്ഥാനം, UP വിഭാഗം ഓവറോൾ മത്സരത്തിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സാമൂഹ്യശാസ്ത്രം, ഗണിതം, പ്രവൃത്തി പരിചയം എന്നീ ഇനങ്ങളിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളും A ഗ്രേഡ് നേടി അതുല്യ വിജയം കൈവരിച്ചു. ആലത്തൂർ ഉപജില്ല കായികമേളയിലും നമ്മുടെ കുട്ടികൾക്ക് മികച്ച വിജയം നേടാനായി. പാലക്കാട് ജില്ല SM സെർവർ ഉറുദു മെഗാ ക്യൂസ് മത്സരത്തിൽ മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ ഹരിനന്ദനന് അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ 2 വർഷങ്ങളിലായി നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് അവരുടെ രചനകൾ കോർത്തിണക്കി തയ്യാറാക്കിയ രചനാ പുസ്തകങ്ങളുടെ പ്രദർശനത്തിലൂടെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കുട്ടികളുടെ ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ അനുഗ്രഹിക്കും ദിയാ പ്രതീഷിനും സ്കൂളിന്റെ അഭിനന്ദനങ്ങൾ. ജലം, വായു, മണ്ണ് എന്നിവയുടെ സംരക്ഷണത്തിനും ജൈവ വൈവിധ്യം നിലനിൽക്കുന്ന പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞ വർഷം മാതൃഭൂമി സീഡ് പാലക്കാട് വിദ്യാഭ്യാസ ജില്ല 1ാം സ്ഥാനം കരസ്ഥമാക്കി. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജില്ലയിലെ മികച്ച സ്കൂൾ പുരസ്കാരം, ലോ പ്ലാസ്റ്റിക് പുരസ്കാരം എന്നിവ കരസ്ഥമാക്കിയത് പരിസ്ഥിതി സൗഹൃദമായ ഒരു പുതിയ സംസ്കാരം കുട്ടികളിൽ വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞു എന്നതിന് മികച്ച തെളിവാണ്. 2011 തുടക്കം കുറിച്ച ജൈവ വൈവിധ്യ ഉദ്യാനത്തിന് സംസ്ഥാന ഹരിത കേരള മിഷന്റെ സ്കൂൾ പച്ചത്തുരുത്ത് പാലക്കാട് ജില്ലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് അഭിനന്ദനാർഹമാണ്. തുടർന്ന് കിഴക്കഞ്ചേരി പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും അനുമോദനവും ആദരവും ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു എന്നത് സന്തോഷത്തോടെ അറിയിക്കുന്നു. സമ്പൂർണവും സമ്പന്നവുമായ മാനസിക വൈജ്ഞാനിക വളർച്ചയാണ് വിദ്യാഭ്യാസം എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളുടെ പാത പിന്തുടരുന്ന CAUPS മമ്പാടിന്റെ ഒരു വാർഷിക റിപ്പോർട്ട് കൂടി ഈ വേളയിൽ സമർപ്പിക്കാനായതിന്റെ ചാരിതാർത്ഥ്യത്തോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.